നമ്മളിന്ന് കറങ്ങാൻ പോക്കാണ്. അമ്മച്ചി തിരിച്ചു തനക്ക് വണ്ടി എടുക്കാനാണെന്ന് സോറി തന്ത സമ്മതിക്കില്ല. നമ്മളിന്ന് വെറുതെ സൊള്ളിന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ വയലപ്ര പെറ്റ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നമ്മളങ്ങനെ ഇവിടെ എത്തി. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് പോകേണ്ടതെന്നൊന്നും അറിയില്ല. ടോയ്ലറ്റ് പോകാനൊരു ടെൻഡൻസി ഉണ്ട്. ഇനി ഇവിടെ ടോയ്ലറ്റ് ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. എനിവേ നമ്മളെല്ലാം അന്തന്മാരാണ്. ഒന്നാമത് നട്ടുച്ചക്ക് ഇവിടെ പൊരിക്കാൻ കൊണ്ടുവന്നതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമ്മൾ കുടുംബസമേതം അങ്ങനെയാണ്, തീരെ അനുസരണയില്ല. പിന്നെ ഈ കാണുന്ന പശുവിനെ കണ്ട് ഇതാ ഒരു ലോകത്തിൽ ഏറ്റവും വൃത്തിയുള്ള പശു. പിന്നെ ഇത് യമു. പിന്നെ ഒട്ടക പശു ഒന്നും അനങ്ങുന്നില്ല, ഒട്ടകമൊന്നും അനങ്ങുന്നില്ല. നമ്മ പറ്റിയേ പിന്നെ കുതിരേൻ്റെ കുട്ടിയും. ഈ കുട്ടീൻ്റെ എക്സ്പ്രഷൻ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ സ്നേക്സ് കാരണം തട്ടിമുട്ടിയും നടക്കാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ കഴുത്തിലൊന്നിന് ഇട്ട് നോക്കാന്ന് വിചാരിച്ചു. സത്യം പറയാലോ, മനുഷ്യന്മാരെക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ഈ മൃഗം തന്നെയാണ്. എന്തായാലും കഴുത്തിലിട്ട് അതുകൊണ്ട് ധൈര്യം സമ്മതിച്ച് കുറച്ച് ഫോട്ടോ എടുത്ത് ഇറ്റ് സ്റ്റാർട്ടഡ് മൂവി. എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ കുരിപ്പിന് കിടന്ന് എത്രയും ധൈര്യം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവാതെ ഫോട്ടോയും പോസിങ്ങും കണ്ടത് കണ്ണെന്ന് വെള്ളം വന്നു പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ പോരാളിയാണ്. നമ്മളെല്ലാം പാമ്പിനെ തല്ലിട്ട് ഒരു അമ്മ വെറൈറ്റിക്ക് പക്ഷിക്ക് ഫുഡ് കൊടുത്തു. അച്ഛനും തിരികെ മോശമില്ല കയ്യിലിരിക്കുന്ന പോരായിട്ട് അതിനെ തൊട്ട് അതിനെ ദേഷ്യം പിടിപ്പിക്കലായിരുന്നു അച്ഛൻ്റെ വിനോദം. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡിന് മത്സ്യം കൊടുത്തു. മത്സ്യത്തിന് ഫുഡ് കൊടുത്തു. എലിക്കുഞ്ഞ് വെള്ളം കുടിക്കുന്ന കണ്ടില്ലേ കണ്ടു. രക്ഷവേദന പോലത്തെ ഒരു മുയലിനെ കണ്ടിട്ടിട്ടുണ്ട്. രാത്രി ഇവര് ഫോൺ നോക്കും, അതുകൊണ്ട് അവർക്ക് ചാർജ് കിട്ടാൻ അവിടെ സാധനം. പിന്നെ കുറച്ച് സ്റ്റേഷനറി സ്റ്റഫ് ഉണ്ടായിരുന്നു, അവിടെ കയറി അതുപോലെ തന്നെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ നമ്മളെ പൊരിച്ചതും മതിയാവായിട്ട് അമ്മ നമ്മളെ വേറെ ഏതോ ഒരു ബീച്ചിലും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. വെയിലത്ത് നമ്മൾ പൊരിയാൻ വന്നിട്ടുണ്ട്. ഇല്ല ഗൈസ്, വീഡിയോ കഴിഞ്ഞില്ല. അത് മാമൻ്റെ കുറിപ്പായിരുന്നു. അത് നമ്മൾ അമ്മമ്മേൻ്റെ അടുത്ത് ഇവനെ കാണാൻ കയറി. അത് കഴിഞ്ഞ് നാട്ടിലെത്തി. അവിടെ എന്തോ ഓണത്തിൻ്റെ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ.